ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്റ്റഫ്ഡ് ചിക്കൻ ആണെന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ഫുൾ ചിക്കനാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുളക്, പച്ചമുളക്, മല്ലിയില എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോർമലി നമ്മളൊരു ചിക്കൻ ഫ്രൈക്കൊക്കെ എടുക്കുന്ന സെയിം മസാലപ്പൊടികൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ചിക്കനിൽ യൂസ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, പിന്നെ ഇത്തിരി ചിക്കൻ മസാല എല്ലാം കൂടെ നമുക്ക് ഒന്ന് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഞാനിതിൻ്റെ അളവുകളൊന്നും പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എരിവ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇത്തിരി വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ആയാലും മതി. അതൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനെ അങ്ങോട്ട് കിടത്തുക. ചിക്കനിൽ ഞാൻ കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മസാലകളൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം മസാലകളൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ ഒരു ചിക്കൻ്റെ ഉൾവശത്ത് മസാല വല്ലാണ്ട് കുറച്ച് തേച്ചാൽ മതി. എല്ലാ ബാക്കിയുള്ള മസാല മുഴുവൻ അതിനുള്ളിലേക്ക് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്സ് നിറക്കുമ്പോൾ ആ ഫില്ലിങ്സ് മൊത്തം എരിവായി പോകും. അതുപോലെ ആ ഫില്ലിങ്സിൻ്റെ ടേസ്റ്റ് ഒന്നും തന്നെ നമുക്ക് കിട്ടത്തുമില്ല. അപ്പം നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല കുത്തി നിറക്കാതെ ഒരു പാകത്തിന് കുറച്ചായിട്ട് നമ്മൾ പുറത്ത് എങ്ങനെയാണോ തേച്ച് വെച്ചാൽ അതുപോലെ തന്നെ കുറച്ച് തേച്ച് കൊടുത്താൽ മതിയാവും.
അപ്പോൾ ആ മസാല നമ്മൾ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതൊന്ന് റെസ്റ്റായി വരുമ്പോഴേക്കും ഒരു മണിക്കൂർ ഒക്കെ നമുക്ക് വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളൊരു ക്യാപ്സിക്കം അതുപോലെ തന്നെ വലിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉള്ളി അതുപോലെ ക്യാപ്സിക്കം എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം. ഇത് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സാണ് ഈ ഒരു സംഭവം. ഇതിലേക്ക് നമ്മൾ കാടമുട്ട പുഴുങ്ങിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ഇതിലേക്ക് കൂടുതൽ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന കാടമുട്ട ഞാനിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാടമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 6-7 കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മുട്ട എടുക്കുക. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരിത്തിരി മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരിത്തിരി കളറിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഉള്ളിൽ തേച്ചിട്ടുള്ള മസാലപ്പൊടി തന്നെ ഉണ്ടായിരിക്കും ഇതിലേക്ക് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ മസാലയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ വേവിക്കാനുള്ള കുക്കർ ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറാണിത്. ഇതിനടിയിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ വാഴയിൽ വെച്ചിട്ട് ആണിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് നമ്മൾ ഏകദേശം ഒന്ന് അതിനുള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈയും കാലൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടി പിന്നെ ആ ഒരു ഹോളൊക്കെ അടച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ സൂചിയും നൂലും എടുത്തിട്ട് നമ്മൾ തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ ഇതതുപോലെ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ടൂത്ത് പിക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഫില്ലിങ്സ് പുറത്തേക്ക് വരാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ അത് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കാല് അതുപോലെ തന്നെ കൈയൊക്കെ ഒന്ന് നൂല് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. നമ്മൾ കുക്കറിൽ ഒന്ന് അടങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കനെ എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൻ്റെ അടപ്പിൻ്റെ വെയിറ്റ് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. ഇതിന് മുകളിലേക്ക് നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കുക്കർ മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒരു മണിക്കൂറൊക്കെ വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെറിയ തീയിൽ മാത്രമേ നമ്മളിത് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്. പക്ഷേ ഇത് എനിക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു രസം കിട്ടുന്നില്ല. അത് ഒരു പുഴുങ്ങിയെടുത്ത പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയാം, ഇതൊരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് നമുക്കൊരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇത്തിരി മല്ലിയിലയും കൂടെ ഇതിനേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ്റെ സൈഡായിട്ട് ഞാൻ ഒരു മന്തി റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മന്തി റൈസിൽ ചിക്കനൊന്നും ഇട്ടിട്ടില്ല, വെറും റൈസ് മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. അപ്പം നമുക്കിതിൻ്റെ അടുത്തിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചിക്കൻ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ കണക്റ്റഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.